ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞ സംഭവം വന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ 2000-ൽ വന്നതല്ല. ഇത് 1960-ൽ ഉള്ളൊരു സെറ്റപ്പായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് അതെങ്ങനെയെന്ന് വെച്ചാൽ ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചായിരുന്നു ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്ത്. അതായത് ലെറ്റർ അങ്ങോട്ട് അയച്ച് ഫസ്റ്റ് അവർ ഡീലറിൻ്റെ നിന്ന് സാധനമൊക്കെ വാച്ച് അഡ്വാൻസ് കൊടുത്തിട്ട് തിരിച്ചതുപോലെ ലെറ്റർ അയച്ച് അങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ആയി ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത് 1990 കാലഘട്ടത്തിൽ ഇമെയിലിൻ്റെ വരവോടെ പിന്നെ ഒരു മെയിൽ വഴിയായിരുന്നു. സോ അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആഡ്, ഗൂഗിൾ ആഡ് വഴിയാണ് ഇന്ന് ഡ്രോപ്പ് ഷിപ്പിംഗ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. സോ എങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സംഭവങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ നിസ്സാര ഒരു ഫോണോ ലാപ്ടോപ്പോ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. സോ എന്തൊക്കെയാണ് അതിൻ്റെ ആവശ്യങ്ങൾ, എന്തൊക്കെ വേണം എന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിന് ശേഷമുള്ള കാര്യങ്ങൾ പാർട്ട് 2-ൽ നമ്മൾ തന്നെ എങ്ങനെയായിരിക്കും ചെയ്യണം, അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മാത്രം മതി. സോ എന്താണ് ഫസ്റ്റ് വേണ്ടത് നമുക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ ഡൊമെയിൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. സോ നിങ്ങൾ പേര് കേട്ട് പേടിക്കുക